നീ ഇതുവരെ എവിടെ ആയിരുന്നു? റയാൻ താഴേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എതിരെ കയറി വന്ന റോബിൻ ചോദിച്ചു. ഞാൻ റൂമിലുണ്ടായിരുന്നു, ഉറക്കമായിരുന്നു. അവന്റെ ചുഴിഞ്ഞുള്ള നോട്ടവും ചോദ്യവും കണ്ട് ഒന്ന് ചൂളിയെങ്കിലും അത് പുറമേ കാണിക്കാതെ റയാൻ പറഞ്ഞു. ഓഹോ, ആ പെങ്കൊച്ചിനെ പുറത്തോട്ടൊന്നും കണ്ടില്ലല്ലോ. തമ്മിൽ തല്ലുകൂടുകയും വീട്ടിൽ കൊണ്ടാക്കുകയൊക്കെ ചെയ്ത കെട്ടിയോനും കെട്ടിയോളുമൊക്കെ ഒരു റൂമിൽ ഉറങ്ങാനൊക്കെ തുടങ്ങിയോ? എന്നിട്ട് ആ കൊച്ചിനെ ഉറക്കിയോ? ഈച്ചായ? അല്ല, ഉറങ്ങിയായിരുന്നോ എന്ന് ചോദിച്ചതാ, റോബിൻ ഒരു ആക്കലോടെ പറഞ്ഞു. ഇല്ല, ഞാൻ അവളെ ബാൽക്കണിയിൽ ഉണങ്ങാനിട്ടേക്കുമായിരുന്നു, റയാൻ മോന്ത ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. ആ നിക്കടാ ഊവേ, ചോദിക്കട്ടെ. തന്നെ മറികടന്ന് താഴേക്ക് പോകാൻ തുടങ്ങിയവനെ റോബിൻ വട്ടം നിന്ന് പിടിച്ചു നിർത്തി. ഇങ്ങേത് എന്നാത്തിന്റെ കേടാ? എനിക്ക് പല കേടുമുണ്ട്. തൽക്കാലം നീ അതിനൊരു സമാധാനം പറഞ്ഞിട്ട് പോ. എന്തോത്തിന്? നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയൊക്കെ മാറിയോ? ചോദിക്കുമ്പോൾ അതുവരെ തമാശ പറഞ്ഞു നിന്നിരുന്ന റോബിന്റെ മുഖത്ത് ഗൗരവമായിരുന്നു നിറഞ്ഞിരുന്നത്. അത് മനസ്സിലായതും റയാന്റെ മുഖത്ത് മറ്റേതോ ഭാവമായിരുന്നു. അകൽച്ച മാറിയോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചായ. പക്ഷേ ഒന്നറിയാം, ഇപ്പോ അവൾ എനിക്ക് ആരൊക്കെയോ ആണ്. ഒരിക്കലും കൈവിട്ട് കളയാൻ പറ്റാത്ത ആരോ. തന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നുകൊണ്ട് പറയുന്ന അനിയനെ കേട്ടു നിൽക്കുമ്പോൾ റോബിന്റെ ചുണ്ടുകളിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു. ആ ചിരിയിലുണ്ടായിരുന്നു അവന്റെ ഉള്ളം അത്രയും സന്തോഷത്താൽ നിറഞ്ഞിരുന്നു എന്ന്. ഇത് കേട്ടാ മതിയുടെ അച്ചായന്. അന്നവൾ ആദ്യമായി നിന്റെ കൈപിടിച്ച് വീടിന്റെ പടി ചവിട്ടിയപ്പോഴും അവളെക്കുറിച്ച് കേട്ട കഥകൾ എന്നെ അലോസരപ്പെടുത്തിയിരുന്നില്ല. എന്തോ കേട്ടതുപോലൊന്നും ആവാൻ അവൾക്ക് കഴിയുന്നില്ലെന്ന് വിശ്വാസമായിരുന്നു ഉള്ളിൽ നിറയെ. എന്റെ ആ വിശ്വാസം തെറ്റിയിട്ടില്ലെന്ന് പിന്നീട് തെളിഞ്ഞു. അന്നു മുതൽ നിങ്ങളെ ചേർത്ത് വച്ചേക്കണേ കർത്താവെ എന്നൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ നിറയെ. അത് കർത്താവ് കേട്ടെന്ന് തോന്നുന്നു. തൻ്റെ തോളിൽ തട്ടി പുഞ്ചിരിയോടെ പറയുന്നവനെ നോക്കി നിൽക്കുമ്പോൾ റയാന്റെ ചുണ്ടിലും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്നത് ആമി എന്ന പെണ്ണു മാത്രമായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ടും റയാനെ അഭിമുഖീകരിക്കാനുള്ള മടി കൊണ്ട് ബാത്റൂമിൽ തന്നെ തപ്പിത്തടഞ്ഞു നിൽക്കുകയായിരുന്നു ആമി. ഒടുവിൽ മുറിയിൽ അവൻ്റെ അനക്കമൊന്നുമില്ലെന്ന് ഉറപ്പായപ്പോഴായിരുന്നു അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങിയത്. ഷോ, എത്ര നേരം ഇങ്ങനെ ഒളിച്ചും പാത്ത് നടക്കുമെൻ്റെ ദൈവമേ, എങ്ങനെ ആ മുഖത്ത് നോക്കും? മുറിയിലേക്ക് വന്ന് ബെഡിലേക്ക് ഇരിക്കുമ്പോൾ ആമി പിറുപിറുത്തു. അയ്യേ, എനിക്കിതെന്തോ പറ്റി? ചെ റയാനും തനിക്കുമിടയിൽ കുറച്ചു മുമ്പ് കഴിഞ്ഞുപോയ നിമിഷങ്ങളോർക്കെ അവൾക്ക് ആകെപ്പാടെ നാണക്കേട് തോന്നിപ്പോയിരുന്നു. ഇനി ഇവിടെ കയറി ഒളിച്ചിരുന്നിട്ട് എന്താ കാര്യം? താഴോട്ട് പോയാലല്ലേ വല്ലതും കഴിക്കാൻ പറ്റൂ. വയറ്റിൽ കാറ്റ് കയറി തുടങ്ങിയ ഈ നേരത്തെ ഏതായാലും നാണക്കേടും വിചാരിച്ചിരുന്നാൽ വിശന്ന് വട്ടായിപ്പോവും. അതുകൊണ്ട് ധൈര്യം സംഭരിച്ചു താഴോട്ട് ചെല്ലാതി. എതിർവശത്തെ അലമാരയുടെ ഗ്ലാസ്സിൽ കണ്ട സ്വന്തം പ്രതിബിംബത്തിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് ആമി സ്വയം പറഞ്ഞു. റോണമോൾ എന്തിയേ മമ്മി? ഇപ്പോഴും കരച്ചിലാണോ? ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ റോണയെ അവിടെയെങ്ങും കാണാതെ റയാൻ ചോദിച്ചു. ആ, ഭയങ്കര കരച്ചില്ല. നീ ഒന്ന് അടുക്കളയിലോട്ട് ചെന്ന് നോക്ക്. പാവം എൻ്റെ കൊച്ച് പട്ടിണിക്കിരുന്ന് കരയുന്നത് കാണണേ. റൂബി പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ മുഖം വാടി. പിന്നെ കുറ്റബോധത്തോടെ പോളിനെ ഒന്ന് നോക്കി. താനും ആമിയും കാരണമാണ് റോണയ്ക്ക് ഇങ്ങനെ കരയേണ്ടി വന്നതെന്നുള്ള കുറ്റബോധമാണ് അവനിൽ നിന്ന് മനസ്സിലായതും അത് കാര്യമാക്കാത്തതുപോലെ അദ്ദേഹം ആഹാരം കഴിക്കാൻ തുടങ്ങി. പക്ഷേ എന്തോ അതിന് കഴിയാത്തതുപോലെ റയാൻ അവിടെ തന്നെ നിന്നു. ആ നിമിഷങ്ങളിലൊക്കെ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് തങ്ങളുടെ കുട്ടിക്കാലമായിരുന്നു. താച്ച, കൊച്ചരിപ്പല്ലുകൾ കാണിച്ച് ചിരിച്ചുകൊണ്ട് കളരിക്കലെ പൂമുഖത്ത് നിന്നുകൊണ്ട് ആ കുഞ്ഞു പെണ്ണ് ഉറക്കെ വിളിച്ചതും സ്കൂൾ വാനിൽ നിന്നിറങ്ങിയ രണ്ട് ചെറിയ ആൺകുട്ടികൾ അവൾക്കരികിലെത്താൻ മത്സരിച്ചെന്ന പോലെ ഓടി. വാവേ, ആദ്യം ഓടി വന്നവൻ അവളെ വാരിയെടുത്തുകൊണ്ട് ആ കുഞ്ഞിക്കവിളികളിൽ മാറി മാറി മുത്തി. അപ്പോഴേക്കും അടുത്തയാളും ഓടിയെത്തിയിരുന്നു. അന്യൻ്റെ കയ്യിൽ നിന്നും ആ കുറുമ്പി പെണ്ണിനെ പിടിച്ചെടുത്തുകൊണ്ട് അവനും അവളെ ചുംബനങ്ങളാൽ മൂടി. ഇരുവരുടെയും മത്സരിച്ചുള്ള ലാളനങ്ങളേറ്റ് ചാച്ചന്മാരുടെ ഒക്കത്തിരിക്കുകയായിരുന്ന ആ കുഞ്ഞിക്കുറുമ്പി ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. അവൾക്കൊപ്പം അവളുടെ ചാച്ചന്മാരുടെ ചിരികളും കളരിക്കലെ ഉമ്മറത്ത് മുഴങ്ങിക്കേട്ടു. ഡാ ചെറുക്ക, റൂബി വിളിച്ചപ്പോഴായിരുന്നു റയാനൊരു ഞെട്ടലോടെ ഓർമ്മകളിൽ നിന്ന് പുറത്തു വന്നത്. നീ എന്നത് ആലോചിച്ച് നിൽക്കുന്നേ? ഓ, ഒന്നുമില്ല മമ്മി, ഞാൻ പോയി കൊച്ചിനെ വിളിച്ചോണ്ട് വരാം. ആ, ചെല്ല് ചെല്ല്. വിഷമത്തോടെ അടുക്കളയിലേക്ക് നടക്കുന്നതിനെ കണ്ട് റൂബി പിറുപിറുത്തു. അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വല്ലാത്തൊരു ശബ്ദം കേട്ട് റയാൻ മുഖം ചുളിച്ച് ചുറ്റും നോക്കി. ചാച്ച, ആ വെള്ളമെങ്ങെടുത്തേ? റോണയുടെ ശബ്ദം കേട്ടതും റയാൻ വെപ്രാളത്തോടെ ചുറ്റും നോക്കി. പക്ഷേ അടുക്കളയിലൊന്നും അവളെ കാണാനും ഉണ്ടായിരുന്നില്ല. ചാച്ച, ഇവിടെ. വീണ്ടും ഒച്ച കേട്ടിടത്തേക്ക് നോക്കിയതും അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. അതുവരെ ഉള്ളിൽ വീർപ്പുമുട്ടിയിരുന്ന സങ്കടം ബലൂൺ നിറച്ച കാറ്റ് പോലെ ഊർന്ന് പോകുന്നത് അവൻ അറിഞ്ഞു. ഫ്രിഡ്ജിന്റെ ചോട്ടിൽ ചാരി ഇരുന്നു കൊണ്ട് മടിയിലെ പ്ലേറ്റിൽ നിന്ന് ചിക്കൻ ബിരിയാണി കുഴച്ച് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു റോണ. കണ്ണു മിഴിച്ച് നിൽക്കാതെ ആ വെള്ളം ഇങ്ങോട്ടെടുക്ക് ചാച്ച, ഞാനിവിടെ നിന്ന് ഇക്കിളി വെട്ടുന്നത് കണ്ടില്ലയോ? വെള്ളമെടുത്ത് കൊടുക്കാതെ അന്തമിട്ടുള്ള റയാന്റെ നിൽപ്പ് കണ്ട് റോണ അലറി. അതോടെ അവൻ വേഗം വെള്ളമെടുത്ത് കൊടുത്തിട്ട് അവൾക്കരിയിൽ മുട്ടുകുത്തിയിരുന്നു. പയ്യെ കുടി വാവേ. അവളുടെ വെപ്രാളം കണ്ട് റയാൻ ശാസിച്ചു. അത് കേട്ട് റോണ അവനെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു.
അല്ലടി വാവേ, നിന്റെ പെണ്ണ് കാണലല്ലയോ ഇന്ന് അലങ്കോലമായി പോയത്? അയിന്? അവൻ്റെ ചോദ്യം കേട്ട് റോണ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. അല്ല, ഞാനോർത്തു നീ വിഷമം കൊണ്ട്. ഓ പിന്നെ, കുഴിയിലോട്ട് ആ കാല് നീട്ടിയിരിക്കുന്ന വിടക്ക് കിളവി പറയുന്നതും കേട്ടോണ്ട് അങ്ങേർക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്കിന്നലെ വേണ്ട. അതിൻ്റെ പേരിൽ പട്ടിണി കിടക്കാനൊന്നും എന്നെ കിട്ടൂല. പിന്നെ ഇന്നെൻ്റെ പെണ്ണുകാണൽ പ്രമാണിച്ചല്ലയോ ബിരിയാണിയൊക്കെ വെച്ചത്. എന്നിട്ട് ഞാനിത് തിന്നാതെ പട്ടിണി കിടന്നാൽ കർത്താവ് പൊറുക്കുവോ ചാച്ചാ? ഒരു ഉരുള കൂടി വായിലേക്ക് തിരികെ കൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ട് റയാന് ചിരിക്കണോ കരയണോ എന്നറിയുമായിരുന്നില്ല. എന്നതാ ചാച്ചാ? ഏയ് ഒന്നുമില്ല മോളെ. അല്ലടി, നീ എന്നാത്തിനാ ഈ മൂലയ്ക്ക് വന്നിരുന്ന് തിന്നുന്നേ? ഞാൻ ഡൈനിങ് ടേബിളിൽ പോയിരുന്നതാ. അപ്പോൾ ഉച്ച മുതൽ ഇത് തന്നെയല്ലോ പണിയെന്നും പറഞ്ഞ് റോബി ചാച്ചനങ്ങ് കളിയാക്കുക. അതാ ഇവിടെ വന്നിരുന്നേ. ഒരു ഇളിയോടെ അവൾ പറയുന്നത് കേട്ട് റയാൻ ചിരിച്ചു പോയിരുന്നു. ഏതായാലും ചാച്ചൻ്റെ ഭാവമായോ, അപ്പുറത്തിരിക്കാം. ഞാൻ വരുന്നില്ല ചാച്ചാ. വാടി ഇങ്ങോട്ടൊക്കെ. പറഞ്ഞതും റയാൻ അവളെ കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു. ആ നേരം തന്നെയായിരുന്നു ആമിയും താഴേക്ക് വന്നത്. ആഹാ, അടുത്തയാളും എത്തിയല്ലോ. എന്നാ ഉറക്കമായിരുന്നു രണ്ടും കൂടി? ജെസ്സിയുടെ ചോദ്യം കേട്ടായിരുന്നു റോണയെ കസേരയിലേക്ക് കൊണ്ടിരുത്തിക്കൊണ്ടിരുന്ന റയാൻ തിരിഞ്ഞു നോക്കിയത്. ജെസ്സിക്കരികിൽ ഒരു ചമ്മിയ ചിരിയോടെ നിൽക്കുന്ന പെണ്ണിനെ കാണെ അവൻ്റെ മുഖത്തൊരു മന്ദഹാസം വിടർന്നു. കുളി കഴിഞ്ഞിറങ്ങിയതേയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കും വിധം നനവൂർന്ന മുടിയിഴകളും നെറുകയിലെ പാതിമാഞ്ഞ സിന്ദൂരവുമൊക്കെ നോക്കിയിരിക്കെ അവളിൽ നിന്ന് കണ്ണു പറിക്കാൻ തോന്നാത്ത എന്തോ ഒരാകർഷണം അവളിലുണ്ടെന്ന് തോന്നിപ്പോയിരുന്നു റയാന്. വന്നിരിക്കും മോളെ. റയാൻ ഇരുന്നതും അവനരികിൽ തന്നെ ആമയ്ക്കുള്ള പ്ലേറ്റ് വെച്ചുകൊണ്ട് റൂബി പറഞ്ഞതും അവരിരുവരുടെയും കണ്ണുകൾ പരസ്പരം ഒന്നിടഞ്ഞു. പിന്നെ വേറെ വഴിയില്ലാതെ അവൾ വന്നവനിലരികിലേക്കിരുന്നു. കർത്താവേ, ഈ പെണ്ണെന്നെ പിഴപ്പിക്കും. അരികിൽ വന്നിരുന്നവളുടെ ഉടലിൽ നിന്ന് പരക്കുന്ന ഗന്ധം നാസിക തുളച്ചതും റയാൻ മനസ്സിൽ പറഞ്ഞു. അവളിൽ നിന്ന് വരുന്ന സോപ്പിൻ്റെയും ഷാമ്പൂവിൻ്റെയും ബോഡി ലോഷൻ്റെയും ഒക്കെ സമ്മിശ്ര ഗന്ധം അവനെ അത്രമേൽ ആകർഷിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ സ്ഥലകാല ബോധം പോലും മറന്ന് അവളെ ചേർത്ത് പിടിച്ചു പോയാലോ എന്ന് ഭയം തോന്നിയതും കണ്ണുകൾ ഇറുക്കിയൊന്ന് അടച്ച് തലയൊന്ന് കുടഞ്ഞവൻ. അടങ്ങട വൃത്തികെട്ടവനെ. പെണ്ണ് വേണ്ടെന്നൊക്കെ വീമ്പിളക്കി നടന്നിട്ടപ്പോൾ ഒരു പെണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച പിള്ളേരുടെ സ്വഭാവം കാണിക്കരുത് നീ. റയാൻ സ്വയം വിലക്കി. പക്ഷേ അപ്പോഴും കണ്ണുകൾ സ്വയം അറിയാതെ അരികിലിരിക്കുന്നവളെ തേടി പാഞ്ഞുകൊണ്ടിരുന്നു. മണി 10 കഴിഞ്ഞ്. കിടക്കുന്നില്ലേ? ഉമ്മറത്തെ കസേരയിൽ നിന്നെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നന്ദൻ്റെ അരികിലേക്ക് വന്ന പൂർണിമ ചോദിച്ചു. ആ, കിടക്കണം. പിന്നെ നാളെ ഞായറാഴ്ച അല്ലയോ, അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് ഓർത്തു. എന്താ ഒരാലോചന? ഞാൻ ആദ്യമോളുടെ കാര്യം ഓർക്കുമായിരുന്നു. നേരത്തെ വിളിച്ചപ്പോൾ നീ ശ്രദ്ധിച്ചോ? അവളെ ജീവിതവുമായി ഏതാണ്ട് പൊരുത്തപ്പെട്ട മട്ട. സംസാരത്തിൽ ആദ്യമുണ്ടായിരുന്ന വെറുപ്പൊന്നും ഇപ്പോഴില്ല. അത് തന്നല്ല, ഇപ്പോൾ അവരുള്ളത് അവൻ്റെ വീട്ടിലാണെന്നല്ലയോ പറഞ്ഞത്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും വീണ്ടും അങ്ങോട്ട് പോകാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് വേണ്ടി വേദനിച്ച് നമ്മളും വികാസമൊക്കെ ഒന്നുമല്ലാതായതുപോലെ. അത് പറയുമ്പോൾ ഭർത്താവിൻ്റെ സ്വരത്തിലെ നിരാശ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നുവെങ്കിലും പൂർണിമ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇനി അവളും അവൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കാണുമോ? അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും നന്ദേട്ടാ? എനിക്കറിയില്ല പൂർണ്ണി. പക്ഷേ ആദ്യമോൾ അവൻ്റെ കൂടെ ജീവിക്കുന്നത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇനിയൊരു പക്ഷേ പൊരുത്തപ്പെടാൻ അവൾക്ക് കഴിഞ്ഞാൽ കൂടിയും എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിക്കൊണ്ട് പുലമ്പുന്ന അയാളെ നോക്കിയിരിക്കുമ്പോൾ പൂർണിമയിൽ അജ്ഞാതമായൊരു ഭയം നിറഞ്ഞിരുന്നു. ഈശ്വരാ, എന്തൊക്കെയാ നീ ഞങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കരുതി വച്ചേക്കുന്നതെന്ന് അറിയില്ല. അതെന്ത് തന്നെയായാലും എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണ് നിറയ്ക്കുന്നതാകരുതേ. അവർ മനസ്സുരുകി പ്രാർത്ഥിച്ചു. നാളുകൾക്ക് ശേഷം റയാനും അവനൊപ്പം ആമിയും കളരിക്കിലേക്ക് വന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് ഹാളിൽ കൂടിയിരുന്ന് ചിരിയും കളിയുമൊക്കെ ആയിരുന്നു. റേജോ മാത്രമായിരുന്നു അക്കൂട്ടത്തിൽ ഇല്ലാതിരുന്നത്. എല്ലാവരും ചേർന്നിരുന്ന് കളിച്ചിരികൾ പങ്കുവയ്ക്കുന്നതിനിടയിലും റയാൻ്റെ കണ്ണുകൾ തങ്ങി നിന്നിരുന്നത് ആമയിൽ മാത്രമായിരുന്നു. വെറുപ്പോടെ വാശിയോടെ ഒപ്പം ചേർത്ത് വെച്ചവളാണ്. പക്ഷേ ഇന്നീ നിമിഷം തൻ്റെ ഉലകം തന്നെ ചുരുങ്ങിയിരിക്കുന്നത് അവളെന്ന പെണ്ണിൽ മാത്രമാണല്ലോ എന്നവൻ അമ്പരപ്പോടെ അതിലേടെ പ്രണയത്തോടെ ഓർത്തു. ഇതുവരെ ഒഴിവാക്കി നിർത്തിയിരുന്നവളിൽ നിന്ന് തൻ്റെ മനസ്സിനും ശരീരത്തിനും ഉടമയാണ്. പരസ്പരം ഉടൽ പോലും പകുത്തവരാണ് തങ്ങളെന്ന്. എന്നിട്ട് പോലും ഇതുവരെ തനിക്ക് അവളോട് പ്രണയമാണെന്നോട് പറഞ്ഞിട്ടില്ല. എന്തിനേറെ അവൾക്ക് തന്നോടുണ്ടായിരുന്ന വെറുപ്പിനൊരിറ്റ് അയവ് വന്നിട്ടുണ്ടോ എന്ന് പോലും തിരക്കിയിട്ടില്ല. ശരീരം കൊണ്ടുള്ള ഒന്നുചേരലിനെ ഒരിക്കലും മനസ്സുമായി ബന്ധിപ്പിക്കേണ്ടതില്ലല്ലോ. കാരണം ശരീരങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട്. എത്രയൊക്കെ അടക്കി പിടിച്ചാലും അതൊരു പക്ഷേ നിയന്ത്രണ രേഖകൾ ഭേദിച്ചു കളയാം. അതുതന്നെയാകുമോ ആമിക്കും തനിക്കുമിടയിൽ സംഭവിച്ചിരിക്കുക? ചിന്തകൾ കാട് കയറി തുടങ്ങിയതും റയാൻ അസ്വസ്ഥതയോടെ ശിരസ് വെട്ടിച്ചുകൊണ്ട് ആമിയിലേക്ക് നോട്ടമറിഞ്ഞു. അവൾ അപ്പോഴും അതൊന്നും അറിയാതെ റോണയ്ക്കും ജെസ്സിക്കുമിടയിലിരുന്ന് അവർ കാതിൽ പറഞ്ഞ ഏതോ തമാശയ്ക്ക് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അവളുടെ ചിരിക്കൊക്കെ ഇത്രയേറെ ഭംഗിയുണ്ടെന്ന് താൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോഴാണല്ലോ എന്നോർത്തതും
റയാൻ മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. ഇനിയൊന്നും വൈകിച്ചുകൂടാ. അവളോട് പറയാതെ ഉള്ളതൊക്കെ പറയണം. അറിയാനുള്ളതൊക്കെ അവളോട് തന്നെ ചോദിച്ചറിയുകയും വേണം. അവളിൽ നിന്ന് കണ്ണ് പറിക്കാതെ തന്നെ റയാൻ മനസ്സിൽ കണക്ക് കൂട്ടി. ഈ സമയം കളരിക്കലെ ഗേറ്റിന് പുറത്ത് അവരാരും അറിയാത്ത ചിലതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇരുളിന്റെ മറപറ്റി ഒരു രൂപം മതിലിലേക്ക് വലിഞ്ഞു കയറി. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് മുഖവും തലയുമടക്കം ഒരു കറുത്ത തുണി കൊണ്ട് മറച്ചു കെട്ടിയിരുന്നത് കൊണ്ട് തന്നെ അതാരാണെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. മതിലിന് മുകളിൽ കൂടി ഒരു തികഞ്ഞ അഫാസിയെ പോലെ നടന്ന് പിന്നാമ്പുറത്തെത്തിയതും അയാൾ അകത്തേക്ക് ചാടി. അവിടുത്തെ ലൈറ്റുകൾ അണഞ്ഞു കിടന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നും ടെറസിലേക്കുള്ള സ്റ്റെയർ കേസിലേക്ക് ഓടിക്കയറാൻ അയാൾക്ക് തെല്ലും പ്രയാസമുണ്ടായിരുന്നില്ല. ആ പടിക്കെട്ടുകൾ പാതിയോളം കഴിയുന്നിടത്തേക്ക് തള്ളി നിൽക്കുന്ന ബാൽക്കണിയായിരുന്നു അവൻ്റെ ലക്ഷ്യം. അല്പം ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും സ്റ്റെയർ കേസിൻ്റെ കൈവരിയിൽ ചവിട്ടി ബാൽക്കണി റെയിലിങ്ങിലേക്ക് പിടിച്ച് അവൻ അവിടേക്ക് കയറി. ശേഷം ആരും കാണുന്നില്ല എന്നൊരിക്കൽ കൂടി ഉറപ്പാക്കിയിട്ട് മുറിയിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഗ്ലാസ് ഡോർ തള്ളി നീക്കി അയാൾ അകത്തേക്ക് കയറി. ഇരുൾ നിറഞ്ഞ മുറിയിലേക്ക് പ്രവേശിച്ചതും അവൻ ഫോണിൻ്റെ സ്ക്രീൻ ഓൺ ചെയ്ത് മുറിയെ ആകെ ഒന്ന് നോക്കി. അതിനകത്ത് ആരുമില്ലെന്ന് ഉറപ്പാക്കി അവൻ ഫ്ലാഷ് ഓൺ ചെയ്ത് മുറിക്കുള്ളിൽ ആകെ ഒന്ന് തിരഞ്ഞു. പിന്നെ തനിക്ക് ഒളിഞ്ഞിരിക്കാൻ മറ്റൊരു സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതുപോലെ ഫോൺ ഓഫ് ചെയ്ത് ജീൻസിൻ്റെ പോക്കറ്റിലേക്ക് തിരുമ്മി വെച്ചിട്ട് നിലത്തേക്ക് കിടന്ന് ബെഡിനടിയിലേക്ക് നിരങ്ങിക്കയറി. വീണ്ടും ആ മുറിയിൽ തിങ്ങി നിറഞ്ഞ ഇരുളിൽ കട്ടിലിനടിയിലെ വെറും നിലത്ത് ശ്വാസഗതിയെപ്പോലും നിയന്ത്രിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവൻ താൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ആളിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. ഹാളിൽ കൂടിയിരുന്നവരെല്ലാം കൂടി നേരം കൊല്ലാനായി അന്താക്ഷരി കളിച്ചു തുടങ്ങിയിരുന്നു. ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ അക്ഷരം വെച്ച് തങ്ങളാൽ കഴിയും വിധം പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു. പക്ഷേ റയാൻ മാത്രം അതിലൊന്നിലും പെടാതെ ഒഴിഞ്ഞിരുന്ന് ഫോണിൽ തോണ്ടുന്നത് പോലെ ഭാവിച്ചിരിക്കുമായിരുന്നുവെങ്കിലും അവൻ്റെ കണ്ണുകൾ ആമി എന്ന പെണ്ണിൽ മാത്രം തറഞ്ഞു നിന്നിരുന്നു. പക്ഷേ മറ്റാരും, എന്തിന് ആമി പോലും അതറിഞ്ഞതേയില്ല. കുറേ നേരമായില്ലേ ചാച്ചൻ മാത്രം ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നത്, ഇനി ചാച്ചൻ പാട്. റോണ പറഞ്ഞപ്പോഴായിരുന്നു റയാൻ ഫോണിൽ നിന്ന് മുഖം ഉയർത്തിയത്. ആ അത് നേരാ, നീ പാടുമായിരുന്നല്ലോ നേരത്തെ, ജെസ്സിയും പറഞ്ഞു. ഓ പിന്നെ, എനിക്ക് വേറെ ജോലിയില്ല, റയാൻ വേഗം പറഞ്ഞൊഴിയാൻ ശ്രമിച്ചു. ജോലിയില്ലാഞ്ഞിട്ടാണോ? ഇതൊക്കെ ഒരു രസമല്ലേടാ, ചുമ്മാ ജാടയിടാതെ പാടടാ. നിന്റെ ഭാര്യയും കൂടെ ഒന്ന് അറിയട്ടെ ഭർത്താവിൻ്റെ കഴിവ്. ഒന്ന് പോയേ ചേട്ടത്തി, ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവുക. ആ അതെന്നാ പോക്കാടാ, അവരുടെ ഒരു ആഗ്രഹമല്ലേ, നീ ഒരു പാട്ട് പാട്, പിന്നെ ശല്യമില്ലല്ലോ. എണീറ്റ് പോകാൻ തുടങ്ങിയവൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തിക്കൊണ്ട് റോബിൻ കൂടി പറഞ്ഞതോടെ വേറെ വഴിയൊന്നുമില്ലാതെ റയാൻ അവിടെ തന്നെ ഇരുന്നു. അറിയാതെ കണ്ണുകൾ ആമിയിലേക്ക് പാറി വീഴുമ്പോൾ അവളും ആകാംക്ഷയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു. ഇനി ഞങ്ങൾ നിർബന്ധിക്കാൻ വേണ്ടി ജാട ഇട്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിർബന്ധിച്ചിരിക്കുന്നു, പാടി ചാച്ച. വളകിലുങ്ങും പോലെ ചിരിച്ചുകൊണ്ട് റോണ പറഞ്ഞതും റയാൻ അവളെ കൂർപ്പിച്ചു നോക്കി. അവിടെ പക്ഷേ ഇതൊക്കെ എന്തെന്ന മട്ടിൽ പല്ലും ഇളിച്ചിരിക്കുന്നതേയുള്ളൂ അവൾ. എത്ര നാളായടാ നമ്മളെല്ലാം കൂടി ഇങ്ങനെയൊന്ന് കൂടിയിട്ട്, അപ്പോൾ ഇങ്ങനെയൊരു സന്തോഷമല്ലയോ? പാടടാ മോനെ. പോള് കൂടി പ്രോത്സാഹിപ്പിച്ചതോടെ റയാൻ്റെ മനസ്സിൽ താളം തീർത്തിരുന്ന വരികൾ പതിയെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അത്രമേൽ മനോഹരമായി അവനത് പാടി നിർത്തുമ്പോൾ ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും കൈയടിച്ചിരുന്നു. പൊളിച്ചു ചാച്ച. റോണ പറഞ്ഞത് കേട്ടെങ്കിലും റയാൻ ആകാംക്ഷയോടെ നോക്കിയത് ആമയുടെ മുഖത്തേക്കായിരുന്നു. കാരണം അവനാ നേരം അറിയാനുണ്ടായിരുന്നത് അവളുടെ അഭിപ്രായം മാത്രമായിരുന്നു. കണ്ണുകൾ അവളെ തേടിയെത്തുമ്പോൾ അവനെ തന്നെ നോക്കിയിരിക്കുമായിരുന്ന ആ ചൊടികളിലും മനോഹരമായ പുഞ്ചിരിയാണെന്ന് അറിഞ്ഞതും അവൻ്റെ മുഖം വിടർന്നു. പക്ഷേ ഉള്ളിലെ സന്തോഷം പുറത്തേക്ക് ചാടാതിരിക്കാൻ പണിപ്പെട്ടുകൊണ്ട് അവൻ ഫോണിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. അതേസമയം തന്നെയായിരുന്നു റോബിൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഡിസ്പ്ലേയിൽ SI ആദർശിൻ്റെ നമ്പർ തെളിഞ്ഞതും ഒരു കാര്യവുമില്ലാതെ ഈ നേരത്ത് ഇങ്ങനെ ഒരു വിളിയിൽ ഉണ്ടാവില്ലെന്ന തോന്നലിൽ റോബിൻ്റെ മുഖത്ത് ചിരി മാഞ്ഞ് അവിടെ ഗൗരവം പടർന്നിരുന്നു. ആ പറയടോ, എന്താ ഈ നേരത്ത്? ഓ ഷിറ്റ്, ഞാനിപ്പോൾ എത്താം പറഞ്ഞതും ഫോൺ കട്ട് ചെയ്തിട്ട് റോബിൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്താ മോനെ ഈ നേരത്ത്, നീ ഇതെങ്ങോട്ടാ? അവൻ്റെ മുഖത്തെ ടെൻഷനും തിടുക്കവും കണ്ട് റോബി ചോദിച്ചു. എനിക്ക് അത്യാവശ്യമായി പോകണം. ജെസ്സി, യൂണിഫോം എടുത്തു വയ്ക്ക്. എന്താടാ പ്രശ്നം? ആമിയുടെയും റിജോയുടെയും കോളേജിൽ നിന്ന് മിസ്സായ ആ കുട്ടി മരിച്ചു. റെയിൽവേ പാളത്തിൽ നിന്നും ആ കുട്ടിയുടെ ബോഡി കിട്ടിയെന്ന് ആദർശ് വിളിച്ചു പറഞ്ഞത്. റോബിൻ അത് പറഞ്ഞതും എല്ലാവരും ഒന്ന് ഞെട്ടി. ആമയണയിൽ മരവിച്ചു പോയതുപോലെ അവനെ നോക്കി. വേദ മിസ്സിംഗ് ആണെന്നറിഞ്ഞതിന് പിന്നാലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണെങ്കിലും അവൾ തിരികെ വരുമെന്ന് തന്നെയായിരുന്നു അവളുടെ വിചാരം. പക്ഷേ ഇനി അവളിനി ഭൂമിയിൽ തന്നെ ഇല്ലെന്ന തിരിച്ചറിവിൽ ഒരു പരിചയമില്ലാത്ത ആ പെൺകുട്ടിക്ക് വേണ്ടി ആമിയുടെ മിഴികളിൽ നിന്നും ഒരു തുള്ളി അടർന്ന് കവിളിലേക്ക് പതിച്ചു. റോബിൻ പോയ ശേഷം പിന്നെയും കുറേ സമയം കൂടി ഹാളിൽ തന്നെ ഇരുന്ന് പരസ്പരം സംസാരിച്ചിട്ടായിരുന്നു കളരിക്കൽ എല്ലാവരും അവരവരുടെ മുറികളിൽ പോയത്. സമയം അർദ്ധരാത്രിയോട് അടുത്തുകൊണ്ട് മാത്രം ബെഡ്റൂമിലേക്ക് നടക്കുമ്പോഴും
കേട്ട വാർത്തയുടെ ഷോക്കിൽ വിറങ്ങലിച്ചു പോയ ഹൃദയങ്ങൾക്ക് ഈ രാത്രി സ്വയം മറന്നുറങ്ങാൻ സാധ്യമല്ലെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു. റോണ മുറിയിലേക്ക് വരുമ്പോൾ ബെഡ്റൂമിൽ ഇരുട്ട് നിറഞ്ഞിരുന്നു. അവൾ നേരെ വന്ന് മുറിയിലെ ലൈറ്റ് തെളിച്ചിട്ട് അകത്തേക്ക് കയറി വാതിലടച്ചു. ബാത്റൂമിൽ പോയി ഫ്രഷായി തിരികെ വന്ന് നൈറ്റ് ക്രീമും എടുത്ത് മുഖത്തും കഴുത്തിലുമൊക്കെ പുരട്ടി മുടിയും ചീകിക്കെട്ടി ബെഡിലേക്ക് കിടക്കുമ്പോഴും അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ബെഡ് സ്വിച്ച് അണച്ചിട്ട് തലയിണയിലേക്ക് അമരുമ്പോൾ ഹൃദയം അതുവരെ മനഃപൂർവ്വം മാറ്റി നിർത്തിയിരുന്ന ചിന്തകളിലേക്ക് ചേക്കേറിയിരുന്നു. താൻ പോലും അറിയാതെ തൻ്റെ ഉള്ളിൽ പ്രണയമെന്ന വികാരത്തിന് തീ കൊളുത്തിയവൻ്റെ മുഖം ഓർമ്മയിലേക്ക് ഇരച്ചെത്തിയതും വയറിന് മുകളിൽ പിണച്ചു വെച്ചിരുന്ന കൈപ്പത്തികൾ പരസ്പരം മുറുകി. ഈ സമയം തന്നെയായിരുന്നു അതുവരെ തൻ്റെ ഇരയെ കാത്ത് ബെഡിനടിയിൽ കിടന്നിരുന്നവനും പുറത്തേക്ക് വന്നത്. ചിന്തകൾ കാട് കയറി നിന്നതിനിടെ എപ്പോഴോ ഒന്ന് കണ്ണ് ചിമ്മി നോക്കി റോണയുടെ ഉടലൊന്ന് വിറച്ചുപോയി. കർട്ടൻ്റെ ഇടയിലൂടെ ഞെരുങ്ങി അകത്തേക്ക് കടന്ന നിലാവെളിച്ചത്തിൽ കണ്ട കറുത്ത രൂപം അവളിൽ ഭയത്തിൻ്റെ വേലിയേറ്റം തന്നെ സൃഷ്ടിച്ചിരുന്നു. ഒന്ന് അലറി വിളിക്കാൻ മോഹിച്ചു പോയെങ്കിലും ഭയം അവളെ അതിനെ അനുവദിച്ചിരുന്നില്ല. എങ്കിലും എങ്ങനെയൊക്കെയോ കൈയെത്തിച്ചവൾ ബെഡ് സ്വിച്ച് അമർത്തിയതും മുറിയാകെ വെളിച്ചം പകർന്നു. തൊട്ടുമുന്നിൽ ദേഹമാംസലം കറുപ്പണിഞ്ഞു നിൽക്കുന്ന ആ രൂപം കാണെ റോണയുടെ ശ്വാസം പോലും നിലച്ച മട്ടായിരുന്നു. എണീറ്റോടാൻ ഹൃദയം അലറി വിളിച്ചെങ്കിലും ശരീരം അതിനെ അനുവദിക്കാതെ തളർന്നിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.